അപ്പോൾ നമ്മളുള്ളതൊരു പേരക്കത്തോട്ടത്തിലാണ്. ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെയൊക്കെ കായ്ഫലം കണ്ടില്ലേ? ഇതൊക്കെ ഇപ്പോൾ പറിച്ച് കഴിഞ്ഞതാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒരുപാട് ഇവിടുന്ന് പറിച്ചുകൊണ്ടതാണ്, ബാലൻസ് ഇല്ലതാണ്. അപ്പോൾ ഇതെല്ലാ വീക്കിലും ഇതിമെന്ന് ഹാർവെസ്റ്റിംഗ് കിട്ടും. ഇത് അത്യാവശ്യം ആയതാണ് അല്ലേ? ഇത് ഈ സൈസല്ല വരിക. ഇത് മഴക്കാലത്ത് ഇതിൻ്റെ സൈസ് കുറച്ച് പൊതുവെ കുറവാണെന്നാണ്, കുറവാവും ഇതിൻ്റെ സൈസ്. ഇത് നോർമൽ ടൈമിനൊക്കെ അത്യാവശ്യം വെയിലുള്ള സമയത്തൊക്കെ നല്ല സൈസ് വരും. ഈ കാണുന്നത് തായ്പിങ് ഗുവ എന്ന വെറൈറ്റിയാണ്. അകത്ത് പിങ്ക് നിറമുള്ള പൾപ്പ്, നല്ല മാർക്കറ്റ് ഡിമാൻഡ്, ശരിയായ പരിപാലനം നൽകിയാൽ മികച്ച വിളവ്. ഇതൊക്കെയാണ് ഈ വെറൈറ്റിയെ മറ്റുള്ള പേരകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വെള്ളം കൊടുക്കണം, അതുപോലെ തന്നെ ജൈവവളം വളം ചെയ്യണമെങ്കിലൊക്കെ ഇതിൻ്റെ സൈസിലൊക്കെ മാറ്റങ്ങൾ വരും. ഓൾസോ ഇതിൻ്റെ ടേസ്റ്റിലും ഇതിൻ്റെ സ്വീറ്റ്നെസ്സിലൊക്കെ മാറ്റങ്ങൾ വരും. അതാണ് തായ്പിങ് ഗുവ. പക്ഷെ ഇത് അധികം സൈസില്ല, അതൊക്കെ ചെറുതാണ്. പക്ഷെ ഇത് മൂത്തിട്ടുണ്ട്, പക്ഷെ ഇത് സൈസ് വെച്ചിട്ടില്ല. നല്ല ക്രിസ്പിയായ ഒരു പേരക്കയാണിത്. ഒരു മീഡിയം സ്വീറ്റ്, നല്ല കായ്ഫലമാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഫസ്റ്റ്ലി ഈ മരങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. നല്ല ആരോഗ്യമുള്ള ഗ്രോത്ത്, അതുപോലെ ഹെൽത്തി കനോപ്പി, നല്ല ബ്രാഞ്ചിങ്, പ്രോപ്പർ മാനേജ്മെൻറ്റ് കൊടുത്താൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ് തായ്പിങ് ഗുവ. ഈ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അകത്ത് കാണുന്ന പിങ്ക് ഫ്ലഷ് വിത്ത് മീഡിയം സ്വീറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. ഫ്രഷ് ഈറ്റിങ്ങിനും അതുപോലെ ജ്യൂസ്, ഫ്രൂട്ട് സലാഡ്, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് തായ്പിങ് ഗുവ. ഈ ഫാമിൽ കാണുന്ന പോലെ ശരിയായ സ്പേസിംഗ് കൊടുത്ത് പ്രൂണിങ് ചെയ്താൽ ഓരോ മരത്തിനും നല്ല സൺലൈറ്റ് കിട്ടും. അതാണ് നല്ല ഫ്ലവറിങ്ങിനും ഫ്രൂട്ട് സെറ്റിങ്ങിനും പ്രധാനപ്പെട്ട കാരണമായി വരുന്നത്. പ്രൂണിങ് ഏറ്റവും ആവശ്യമായ ഫലവൃക്ഷങ്ങളിൽ ഒന്നാണ് പേരയ്ക്ക. കണ്ടില്ലേ? തായ്പിങ്, VNR, ഇങ്ങനെ 2-3 മൾട്ടിപ്പിൾ പേരക്കകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തായ്പിങ്കാണ്. നല്ല കായപ്പിടുത്തത്തിൽ എന്താ പറയുക, പ്രൂൺ ചെയ്തിട്ട് എന്താ പറയുക കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എത്ര വർഷത്തിൽ തായ്പിങ് ഗുവ കായ്ക്കും? നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ ഏകദേശം 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ തന്നെ ഫ്രൂട്ട്സ് ലഭിക്കാൻ തുടങ്ങും. നല്ല മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അതിലും നേരത്തെ ആവാം. തായ്പിങ് ഗുവയുടെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ മൾട്ടിപ്പിൾ തവണ ഫ്ലവറിംഗ് വരുന്നതാണ്. അതായത് ശരിയായ പ്രൂണിങ്ങും ന്യൂട്രീഷൻ മാനേജ്മെന്റും നൽകിയാൽ റെഗുലർ ഹാർവെസ്റ്റിംഗ് ലഭിക്കാം. ഈ ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൈസ് അത്യാവശ്യം നല്ലതാണ്, ഷേപ്പ് യൂണിഫോം ആണ്, അപ്പിയറൻസ് വളരെ അട്രാക്റ്റീവ് ആണ്. മാർക്കറ്റിൽ കസ്റ്റമറൊക്കെ ആദ്യം നോക്കുന്നത് ഫ്രൂട്ടിന്റെ ലുക്ക് തന്നെയാണ്. ഇതിലൊക്കെ അത്യാവശ്യം പറിച്ച് കഴിഞ്ഞതാണ്. ഇതിലൊക്കെ കണ്ടു, ഇതിലൊക്കെ കായാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ വെറൈറ്റി നന്നായി വളരും. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. അതുപോലെ ഡ്രൈനേജ് ഉള്ള മണ്ണും ആവശ്യത്തിന് സൺലൈറ്റും ലഭിച്ചാൽ മികച്ച ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് തായ്പിങ് ഗുവ. അതുപോലെ ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ്, ഇറിഗേഷൻ, പ്രൂണിങ്, പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഈ 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ തായ്പിങ് ഗുവ വളരെ പ്രോഫിറ്റബിൾ ക്രോപ്പാക്കി മാറ്റാൻ കഴിയും. ഇതൊക്കെ കണ്ടില്ലേ? പേരക്കകൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ പേരക്ക നന്നായിട്ട് കായ്ക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. അത്ര വലിയ മരങ്ങളൊന്നുമല്ല. കൊമേഴ്ഷ്യൽ ഫാമിംഗ് ചെയ്യാൻ ആലോചിക്കുന്ന ആളാണെങ്കിലും അതല്ല എങ്കിൽ വീട്ടിൽ 2-3 മരങ്ങൾ നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ വെറൈറ്റി തീർച്ചയായും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കാരണം നല്ല കായപിടുത്തം ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വെറൈറ്റിയുടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോപ്പറായി പ്രൂൺ ചെയ്യുക, അതുപോലെ തന്നെ വേനൽക്കാലത്തെ ഇടയ്ക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേറെ ഒരു കെയറും കൊടുത്തില്ലെങ്കിലും നല്ല ഫ്രൂട്ടിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് തായ്പിങ് ഗുവ.
മധുരത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കരുത്. സ്വീറ്റ്നസ് ശരാശരി നിലവാരത്തിലാണ്. എന്നാൽ ഇതിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്നാൽ പഴം നല്ല ക്രിസ്പിയായ ടെക്സ്ചർ ഉള്ളതാണ്. കഴിക്കുമ്പോൾ നല്ല ഫ്രഷ് ഫീൽ കിട്ടും. കൂടാതെ കുരുവിൻ്റെ അളവും താരതമ്യേന കുറവായതിനാൽ കഴിക്കാനും വളരെ സുഖമാണ്. ബട്ട് ഹൈ ഈൽഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കായ്ച്ച തായ്പിങ് പേരകളാണ് ഇതൊക്കെ ഫ്രീക്വൻ്റ്ലി പ്രൂൺ ചെയ്യലുണ്ട്, അതേപോലെ തന്നെ ലെയർ ചെയ്യലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നൊരു മരങ്ങളാണ് ഇതൊക്കെ. 400 ഗ്രാം മുതൽ 800 ഗ്രാം വരെ ഇതിൻ്റെ പഴം വരും. ഡിപ്പെൻസ് സോയില്, കാലാവസ്ഥ, റെയിന്, അതുപോലെ സൂര്യപ്രകാശം. മാക്സിമം സൂര്യപ്രകാശമാണ് ഇതിന് വേണ്ടത്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ലോണം കായ പിടിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നല്ല മധുരം കിട്ടും. ചിലവർ പറയും മധുരം കുറവാണ് തായ്പിങ്ങിന്. അത് അതിൻ്റെ മണ്ണും മെയിൻലി ഇതിൻ്റെ സൂര്യപ്രകാശവും മണ്ണും ആണ് ഇതിൻ്റെയൊക്കെ ഫാക്ടേഴ്സ്. തായ്പിങ് ഗുവ ഇത്ര പോപ്പുലർ ആവാനുള്ള കാരണം നല്ല വലിപ്പമുള്ള പഴം, സ്ഥിരമായി കായ്ക്കുന്ന സ്വഭാവം, ആകർഷകമായ പിങ്ക് നിറമുള്ള ഉൾഭാഗം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ. ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല തൈയാണെങ്കിൽ ശരിയായ പരിചരണം നൽകിയാൽ ഏകദേശം 8 മുതൽ 12 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ആദ്യ വിളവ് ലഭിക്കാം. തായ്പിങ് ഗുവയെ മറ്റ് പ്രശസ്ത പേര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഓരോ ഇനത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് VNR സാധാരണയായി നല്ല മധുരത്തിനാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അലഹബാ സഫേദ മികച്ച രുചിയും ഗുണനിലവാരവും കൊണ്ട് വർഷങ്ങളായി വിശ്വാസം നേടിയ ഇനമാണ്. L49 എന്ന ഇനം സ്ഥിരമായ വിളവും നല്ല ഉൽപാദനശേഷിയും കാരണം വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന വേറൊരു ഇനമാണ്. അതേസമയം തായ്പിങ് ഗുവയെ വേറിട്ട് നിർത്തുന്നത് അതിൻ്റെ വലിയ പഴം, ക്രിസ്പിയായ ടെക്സ്ചർ, ആകർഷകമായ പിങ്ക് നിറമുള്ള ഉൾഭാഗം എന്നിവയാണ്. അതിനാൽ മധുരം മാത്രം നോക്കാതെ ഒരു ആവറേജ് മധുരം എന്ന നിലയ്ക്ക് പഴത്തിൻ്റെ വലിപ്പം, കാഴ്ചയിലെ ഭംഗി, ക്രിസ്പിയായ പഴം എന്നിവ നിങ്ങൾക്ക് പ്രധാനമാണ് എങ്കിൽ തായ്പിങ് ഗുവ വളരെ നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. ഇത് ഏകദേശം 2 വർഷം ആയിട്ടുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിന് തന്നെ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട്. കായ്ഫലം നല്ല കായ്ഫലം എല്ലാ ആഴ്ചയും ഇതിൽ വന്ന് ഹാർവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ അല്ലേ പേരക്കാസാണ്. ഇതൊക്കെ പേരക്ക, ഫുൾ പേരക്ക. ഇതാണ് ഈ തായ്വാൻ പിങ്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് പേരക്ക കൂടുതൽ വേണോ ഈ സാധനം ധൈര്യമായിട്ട് നടാം, ഒന്നും ചിന്തിക്കണ്ട. പിന്നെ VNR ഇതൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഇത് നല്ലോണം കൂടുതലുണ്ടാണ് ഒരു വെറൈറ്റിയാണ് ഇത്. അതുപോലെ ലക്നൗ 49 ഇതൊക്കെ നന്നായിട്ടുണ്ടാണ് പേരക്ക. തായ്പിങ്ക് പൊതുവെ നല്ല കരുത്തുള്ള മരമാണെങ്കിലും ഫ്രൂട്ട് ഫ്ലൈ, മില്ലിബഗ്, സ്കെയിൽ ഇൻസെക്ട് തുടങ്ങിയ കീടങ്ങളുടെ ആക്രമണം ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ ഇലകളിൽ പാടുകൾ പോലുള്ള ചില ഫംഗസ് രോഗങ്ങളും മഴക്കാലത്ത് കാണാറുണ്ട്. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായ പ്രൂണിംഗ് നടത്തി വായുസഞ്ചാരം ഉറപ്പാക്കുക, തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക, രോഗബാധയുള്ള ഇലകളും പഴങ്ങളും ഉടൻ നീക്കം ചെയ്യുക, ആവശ്യമായ സമയത്ത് അനുയോജ്യമായ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത്തരം ശ്രദ്ധിച്ചാൽ തായ്പിങ് ഗുവ ആരോഗ്യത്തോടെ വളർന്ന് നല്ല വിളവ് നൽകും. ഇപ്പോൾ കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടുകൾക്കും അതേപോലെ വീടിൻ്റെ കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വെക്കാൻ പറ്റും. നല്ല വെയിലും വെളിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റിയാണ് തായ്പിങ് ഗുവ. അത്യാവശ്യം സ്വീറ്റും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ വലിപ്പമുള്ള പഴം, ഹൈ ഈൽഡ്, ക്രിസ്പിയായ ടെക്സ്ചർ, മനോഹരമായ പിങ്ക് നിറം, സ്ഥിരമായി കായ്ക്കുന്ന സ്വഭാവം എന്നിവ കൊണ്ടാണ് തായ്പിങ് ഗുവ ഇത്രയധികം പോപ്പുലർ ആയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച വെറൈറ്റിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.